ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ ജനറേറ്റർ സർക്യൂട്ടാണ് അസംബിൾ ചെയ്ത് നോക്കുന്നത്. ഇതൊരു XR2206 IC ബേസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇതാണ് ഇതിൻ്റെ PCB വരുന്നത്. ഇതിൽ കമ്പോണൻസിൻ്റെ വാല്യൂസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, ലിസ്റ്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ടാണ് നമ്മളിത് അസംബിൾ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ IC XR2206. ഇതിൽ ഒന്നും തന്നെ മാർക്ക് ചെയ്തിട്ടില്ല. ഇത് ഈ കിറ്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് IC ആണോ നല്ലതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സർക്യൂട്ട് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കാം. ഈ IC കൂടാതെ ഇതിൽ 3 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്, 4 സെറാമിക് കപ്പാസിറ്റേഴ്സ്, 4 റെസിസ്റ്റേഴ്സ്, കൂടാതെ 3 വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ഇതിൻ്റെ വാല്യൂസ് ഇതിൻ്റെ താഴെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു 100K വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇതും താഴെ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 50 കിലോ ഓംസിൻ്റെ വേരിയബിൾ റെസിസ്റ്ററാണ്. ഇത് കൂടാതെ കുറച്ച് കണക്റ്റേഴ്സും അതിന് കണക്ട് ചെയ്യാൻ ആവശ്യമായ നോബ്, സ്ക്രൂസ്, കേസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ട് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അതിനുശേഷം എങ്ങനെയുണ്ട് നമ്മളുടെ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ റെസിസ്റ്റേഴ്സ് എല്ലാം സർക്യൂട്ടിലേക്ക് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം R1 1 കിലോ ഓംസിൻ്റെ റെസിസ്റ്ററാണ്, R4 330 ഓംസ്, R6 5.1 kilo ohms, R3 and R5 5.1 kilo ohms. ഇത്രയും റെസിസ്റ്റേഴ്സ് ആണ് സർക്യൂട്ടിലുള്ളത്. അതെല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കമ്പോണൻസ് നമുക്ക് കപ്പാസിറ്റേഴ്സ് ഒന്ന് അടുത്തായി സോൾഡർ ചെയ്തത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിന് പൊളാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി PCBയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായി തന്നെ കൊടുക്കണം. ഈ ലോങ് ലീഡാണ് ഇതിൻ്റെ പോസിറ്റീവ്. സോ അതനുസരിച്ച് കൃത്യമായി തന്നെ സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലാ കപ്പാസിറ്റേഴ്സും സർക്യൂട്ടിലുള്ളതുപോലെ തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് IC സോൾഡർ ചെയ്തെടുക്കാം. ICക്ക് ഒരു സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് IC സോക്കറ്റ് ആദ്യം സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ IC സോക്കറ്റിൻ്റെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് നമ്മളുടെ വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെയും കുറച്ച് കണക്റ്റേഴ്സിൻ്റെയും പിന്നെ ഈ പവർ സപ്ലൈ സോക്കറ്റിൻ്റെയും സോൾഡറിങ് മാത്രമാണ്. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സർക്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, കമ്പോണൻസിൻ്റെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി IC ഇതിലേക്കൊന്ന് IC സോക്കറ്റിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്പർ 1 ആണ്. അത് കട്ടിങ്സിൽ കറക്റ്റായി തന്നെ കൊടുക്കുക. ഓക്കെ, IC ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 9 to 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. 12 വോൾട്ടിൽ കൂടുതൽ കൊടുക്കരുത്. അപ്പോൾ ഇനി പവർ സപ്ലൈ കൊടുത്ത് വേവ്സ് വരുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഫങ്ഷൻ ജനറേറ്ററിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 10 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ജമ്പർ സൈൻ വേവിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഈ മൾട്ടിമീറ്ററിൽ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പവർ സപ്ലൈ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കൃത്യമായി തന്നെ നമുക്ക് സൈൻ വേവ് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ജമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സ്ക്വയർ വേവ് കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ സ്ക്വയർ വേവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓസിലോസ്കോപ്പിൽ സ്ക്വയർ വേവ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഫങ്ഷൻ ജനറേറ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിവിധ ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു സർക്യൂട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.